വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങൾ വരവായി. അപ്പോൾ റംസാൻ സ്പെഷ്യൽ വിഭവങ്ങളായിട്ടുള്ളൊരു എപ്പിസോഡാണ്. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയ ഗായികയായ സജ്ലി സലീമാണ്. സ്വാഗതം ചെയ്യാം സജ്ലി. ആദ്യം തന്നെ അതേ ഒരു പാട്ടുമായിട്ട് ഭയങ്കര സന്തോഷം. സജ്ലി, ഞാൻ കുറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ആ കുടുംബം, കാരണം ഈ കുടുംബം മുഴുവൻ പാട്ടുമായിട്ട് ബന്ധമുള്ളൊരു ഫാമിലി. അപ്പോൾ അവിടെ നിന്ന് വന്നു. അതുകൊണ്ട് കുറേ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഇന്ന് സജ്നിക്കും നമുക്ക് അതേപോലുള്ളൊരു വിഭവമാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിശേഷങ്ങൾ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സാറിനെ കാണാൻ പറ്റിയതിൽ സോ ഹാപ്പി. കാരണം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും കാണാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സജ്ലിയുടെ ശരിക്കുള്ള സ്ഥലം എവിടെയാണ് പറയൂ? മലബാർ ഏരിയ, കണ്ണൂരാണ്. അപ്പോൾ അവിടെ ഉള്ളവരുടെ കാര്യം, പ്രത്യേകിച്ച് പലഹാരങ്ങളൊക്കെ എപ്പോഴും വളരെയധികം വിശിഷ്ടമായിട്ടുള്ള പലഹാരങ്ങളുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ആലോചിക്കും ഈവനിങ് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങളുള്ള സ്ഥലത്ത് നോമ്പാകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. സജ്ലിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു നോമ്പ് തുറ സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നതും അതുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നിട്ടുള്ള പലഹാരം എന്താണ്? നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൊക്കെ വരെ ഇറച്ചിപ്പത്തിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് എന്റെ എന്തിലാണ് അപ്പോൾ? അല്ല, ഫസ്റ്റ് ഇറച്ചിപ്പത്തിൽ പിന്നെ കല്ലുംകായ് നിറച്ചത്, ഉന്നക്കായ്, അതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ദിവസങ്ങളിൽ. പിന്നെയാണ് ഓരോരോ പുതിയ സംഭവങ്ങൾ ട്രൈ ചെയ്യാം. കാരണം ഇതെല്ലാം എപ്പോഴും ഈ പറഞ്ഞ മൂന്ന് ഡിഫോൾട്ട് ആയിട്ട് എല്ലാവർക്കും അതല്ല, ഇറച്ചിപ്പത്തിൽ മസ്റ്റ് ആയിരിക്കും. അതുപോലെ കല്ലുമ്മക്കായ കണ്ണൂർക്കാരുടെ, അത് വടകര മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമായിട്ടാണ് വരിക. അത് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സജ്ലി, ഇന്ന് നമ്മുടെ റെസിപ്പി പ്രേക്ഷകർക്കായിട്ട് കൊടുക്കുന്ന ഒരു നോമ്പ് തുറയുടെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. നമ്മൾ ഉന്നക്കായ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഏത്തപ്പഴത്തിൻ്റെ ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ ഏത്തപ്പഴം സാധാരണ നമ്മൾ പഴുത്ത അധികം പഴുക്കൊന്നും വേണ്ട, എന്നാലും ഒരു ചെറു മധുരമുള്ള പഴം രണ്ടായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഉടച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നീട് അതിനകത്ത് പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് കട്ട്ലറ്റായിട്ട് പൊരിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുറച്ച് സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു നോമ്പുതറ സ്പെഷ്യലാണ്. ഞാനൊരു കോഴിക്കോട് ഒരു വീട്ടിൽ പോയപ്പോഴാണ് എനിക്കിത് ആദ്യമായിട്ട് കിട്ടിയത്. സജ്ലി, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? അപ്പോൾ ഇത് ഇൻസ്പയർ ആയത് എനിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാദറിൻ്റെ ഭയങ്കരമായ ശിക്ഷണത്തിൽ വളർന്നും കണ്ടും പാട്ടൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും. എന്നാലും എങ്ങനെയാണ് ആ ഒരു ലൈഫ്, ആ ഒരു ജേണി, മ്യൂസിക്കൽ ജേണി നിങ്ങളുടെ ഒരു ഫാമിലിയുടേത് മൊത്തത്തിൽ എങ്ങനെയാണ് പറയും? ഓഫ് കോഴ്സ് അതിൻ്റെ ഇത് ഉപ്പാക്ക് തന്നെയാണ്. കാരണം 5ാമത്തെ വയസ്സിലാണ് ഞാൻ പാട്ട് പാടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ഫാമിലി ആൽബത്തിലാണ് പാടി തുടങ്ങുന്നത്. ഡാഡി മ്യൂസിക് ചെയ്ത് ലിറിക് ചെയ്ത് ഒരു സോങ്ങാണ് പാടുന്നത്. ആദ്യം തന്നെ നമ്മൾ പാനിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ താളിച്ചെടുക്കണം. ആദ്യത്തെ ആ പാട്ട് ഓർമ്മയുണ്ടോ? ആദ്യം പാടി അത് ആ ഒരു പാട്ടൂടെ പാടി തുടങ്ങിയല്ലോ. ഓക്കെ, അത് അന്നത്തെ ആ കാലത്ത് ഈ പ്രവാസി ഫോൺ വിളി സോങ്സ് ഒക്കെ ഹിറ്റായിരുന്നു. അപ്പൊ എന്റെ സിസ്റ്റർ പാടിയിട്ട് ഹിറ്റാക്കിയ ഒരു ഭയങ്കര അടിപൊളി സോങ് ഉണ്ടായിരുന്നു. അതിന്റെ റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേരാ പാട്ട് പാടുന്നത്? ഇപ്പൊ 4 മക്കളാണ്. 4 മക്കളും ഈ ഫീൽഡിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു റിപ്ലൈ സോങ് ആയിട്ടാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. വന്നു വന്നു എന്റെ ബാപ്പ കൽബ് നിറയെ സ്നേഹവുമായി, വന്നു വന്നു എൻ്റെ പൊന്നുപ്പാ താരരനാനാനാനാ
അതായിരുന്നു എന്റെ ഫസ്റ്റ് സോങ് അല്ലേ? അത് ഉപ്പ നാട്ടിൽ വന്നു, അതിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു പാട്ട്. സജിലിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതാണ്? ഇതുവരെ പാടി ഇപ്പോൾ ഇത്രയോ പാട്ട് പാടി, അതുപോലെ ഫാദറിന്റെ വാപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതൊക്കെയാണ്? ഡാഡിന്റെ കുറേ ഹിറ്റ്സ് ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയത് എന്റെ റിയാലിറ്റി ഷോയിൽ പാടിയ ഒരു ഫസ്റ്റ് സോങ് ആണ് ലൈല മജ്നു. അതെ, ഫാദർ എന്ന നിലയിൽ ഒരു മ്യൂസീഷ്യൻ അല്ലെ ഒരു ഗുരു എന്ന നിലയിലൊക്കെ അദ്ദേഹം എങ്ങനെയാണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരുന്നത്? ഡാഡിക്ക് പാട്ടായിരുന്നു എല്ലാം. 24 hours പാട്ടെന്ന് പറയില്ലേ. നമ്മളിപ്പോ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, സ്കൂളിൽ എക്സാം എഴുതാണ്ട് പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. പാട്ട് നന്നായിട്ട് പാട്. അദ്ദേഹത്തിന്റെ ഗുരു അങ്ങനെയൊക്കെ? ഡാഡി സംഗീതം പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക്, കുറേ ഈ ഹിന്ദു ഭക്തി ഗാനങ്ങളൊക്കെ ആൽബം കുറേ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഡാഡിക്ക് നമ്മളും എല്ലാ തരം പാട്ടുകളും പാടണം നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മളും എല്ലാം ചെറുപ്പം മുതലേ ഇപ്പോൾ ഹിന്ദി, തമിഴ്, പിന്നെ അറബിക്ക് എല്ലാം പാടിയിട്ടാണ് വളർന്നത്. മാപ്പിളപ്പാട്ട് മാത്രമല്ല എല്ലാ സോങ്സും ചെറുപ്പത്തിലെ. അതെ. നമ്മുടെ മസാല ആദ്യം തന്നെ പറഞ്ഞു, നെയ്ക്കകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചൂടാക്കി അതിനുശേഷം തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തു. ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ ചേർക്കുകയാണ് ഇതിനകത്ത്. ലേശം ഏലക്കാപ്പൊടി. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി. ഇനി ഈ ഒരു തേങ്ങയുടെ മിശ്രിതവും ഏത്തപ്പഴവും മിക്സ് ചെയ്യുന്നു. ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഉന്നക്കായാണ്. ഇത് ഉന്നക്കായുടെ അതേ പ്രോസസ്സാണ്. ഇത് എന്നിട്ട് ഇതിനകത്തേക്ക് ലേശം ഇതിനൊന്ന് ബെൻഡ് ചെയ്യാനായിട്ട് ലേശം ബ്രെഡിന്റെ ക്രംസ് ആണ്. അപ്പൊ ബ്രെഡ് പൊടി എന്ന് പറയുന്ന സാധനം അത് വീണ്ടും നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ടും ഫ്രൈ ചെയ്യാനായിട്ടും വേണം. അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി. ഇനി മിക്സായിട്ട് ചെറിയ ബോളായിട്ട് പിടിക്കുക. എന്നിട്ട് ഒരു 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിങ്ങനെ മിക്സാക്കി വെക്കുക. ഇനി മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിലാക്കി കട്ട്ലറ്റ് റെഡിയാക്കി എണ്ണയിൽ പൊരിച്ചാൽ നമ്മുടെ കട്ട്ലറ്റ് റെഡിയാണ്. അതെ അതെ, ബനാന സ്വീറ്റ് കട്ട്ലറ്റ്. ഇതിനകത്ത് തേങ്ങയും നെയ്ക്കകത്ത് വരട്ടിയ തേങ്ങയും പഞ്ചസാര ഏലക്കപ്പൊടി ഇട്ടാണ്. അപ്പോൾ ഒരു ഉന്നക്കയുടെ ഫ്ലേവറാണ്, പക്ഷെ വേറൊരു ടെക്സ്ചറിലാണ് ഇത് വരിക. നോമ്പ് കാലത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു സ്വീറ്റ് മസ്റ്റാണ്. അതെ, ഉന്നക്കായ അല്ലെങ്കിൽ കായ്പോള. സജിനിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോമ്പ് തുറ ഓർമ്മ എന്താണ്? ഒന്ന് നോമ്പെടുക്കുന്നത്. ചെറുപ്പത്തിൽ നമുക്ക് മടിയായിരിക്കുമല്ലോ നോമ്പെടുത്തിട്ട്. നമ്മള് നോമ്പിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ക്ഷേത്രങ്ങളില് പ്രോഗ്രാം ചെയ്യാന്നുള്ളതാ. അമ്പലങ്ങളിലൊക്കെ പൂരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമിലായിരിക്കും ചില സമയത്ത് നോമ്പ് വരുന്നത്. അപ്പൊ നമുക്ക് കൂടുതലും നോമ്പിന് ക്ഷേത്രങ്ങളിൽ പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ നോമ്പ് തുറന്നിട്ട് നമ്മളെല്ലാരും ക്ഷേത്രത്തിൽ പോയി പാടുന്ന ആ ഒരു ഓർമ്മ എപ്പോഴും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അതെ ഒരു ഓർമ്മയാണ്. ഈ കട്ട്ലറ്റ് നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുത്ത് മുട്ടയിലൊന്ന് വെച്ചു. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടുകയാണ്. നമ്മുടെ കട്ട്ലറ്റ് പൊരിക്കാനുള്ള ഭാഗമായി. അപ്പൊ ഇനി പൊരിക്കുന്നതിന് മുന്നേ ഒരു പാട്ടൂടെ ആവാം അല്ലേ? ശരി, ഒരു ഹിന്ദി സോങ് പാടാം പ്ലീസ്. हाय हो कहाँ से गोरे आंखों में प्यार लेके सर की जवानी दी है पहली बहार लेके दिल्ली शहर का सारा मीना बाजार लेके दिल्ली शहर का सारा मीना बाजार लेके झुमका बरेली वाला कालों में ऐसा डाला झुमके ने ले ली मेरी जान हाय रे मैं तेरे कुर्बान खजरा मोहब्बत वाला अखियों में ऐसा डाला खजरा मोहब्बत वाला अखियों में ऐसा डाला खजरे ने ले ली मेरी जान आए रे मैं तेरे कुर्बान. സൂപ്പർ. ദേ നമ്മുടെ കട്ട്ലറ്റും അതേപോലെ റെഡിയായി. ഞാൻ ഈ കട്ട്ലറ്റ് നേരത്തെ പറഞ്ഞ പോലെ 2 തവണയായിട്ടാണ്. ആദ്യം ഒന്ന് ഇട്ടു, അതിന്റെ കളറായി. പിന്നീട് ഒരു 2 minutes ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് ഉള്ളിലൂടെ കൃത്യമായിട്ടാവും ആ കളർ. ആദ്യം തന്നെ ഒരുമിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് മേലെ ഭാഗമോ കരിഞ്ഞു പോകും. അപ്പോൾ അതിനെ ഒന്ന് കളറായി. അതിനുശേഷം ഒരു 1 minute മാറ്റി വെച്ചു. പിന്നീട് ഇട്ടപ്പം ഒരു ഈവൻലി നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മുരിഞ്ഞ നിറത്തിലേക്ക് ഇത് ഫ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ കണ്ണൂർ സലീം എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹീത ഗായകൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പർ, നിങ്ങൾ 4 പേര് നന്നായിട്ട് പാട്ട് പാടുന്നു.
അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ലൈഫ് സ്റ്റൈൽ, പെട്ടെന്നുണ്ടായ ഒരു വേർപാട് നിങ്ങളെ അത് എങ്ങനെയാണ് ബാധിച്ചത്? എങ്ങനെയാണത് ഓവർകം ചെയ്തിട്ട് വീണ്ടും വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എനിക്കത് സജിലിയായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ആവുന്നുണ്ട്. സോ ഹൗ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡാഡി ഇല്ല എന്നുള്ളത്. ഞാനൊരു ഷൂട്ടിന് നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് കോള് വരുന്നത്. അപ്പോഴും പറഞ്ഞിട്ടില്ല ഡാഡി ഒരു ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷേ ഡാഡി ഇത്ര പെട്ടെന്ന് നമ്മളെ അടുത്തുനിന്ന് പോകുന്നു നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആകുന്ന ഒരു സമയം, കണ്ണൂർ സലീം ഫാമിലി ബാൻഡ് എന്നൊക്കെ ഉള്ളത് നമ്മൾ സെറ്റാക്കി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ അതാണിപ്പോൾ യൂട്യൂബിലെ ചാനൽ സലീം ഫാമിലി. അത് ഡാഡിയും കൂടി വേണമായിരുന്നു അതിന്. അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഡാഡി കാരണം ഒരു ഉപ്പയും മക്കളും എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഒരു ടാലന്റ് കിട്ടില്ല. ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഡാഡിന്റെ വേർപാട്. അപ്പോൾ നമ്മൾ പറയില്ലേ കണ്ണ് പോയാലേ കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു. ഞാൻ ശരിക്കും ഡിപ്രഷനായി പോയി. ഞാൻ പാട്ടൊക്കെ കുറേ കാലം നിർത്തിയിട്ടുണ്ടായിരുന്നു, പാടാനൊന്നും പോയില്ല. പിന്നെ ആ സമയത്തായിരുന്നു ഞാനൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാഡി ഡ്രസ്സിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. കാരണം നമ്മളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഭയങ്കര അടിപൊളിയാവണം. കാരണം ഡാഡി ഇപ്പോൾ റെഡാണ് ഇടുന്നെങ്കിൽ നമ്മൾ 4 മക്കളും റെഡ് ആയിരിക്കും, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. ഡാഡി തീരുമാനിക്കും, ഡാഡി സെലക്ട് ചെയ്യും ഡ്രസ്സൊക്കെ. ഡാഡിൻ്റെ ഒരു അപ്പിയറൻസും ഭയങ്കര രസമായിരിക്കും കാണാനോ. അപ്പോൾ ഡാഡി 4 മക്കളും പാട്ടാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ സെറ്റായിട്ട് ഡാഡി കൊണ്ടുപോകുള്ളൂ. പെട്ടെന്ന് ഡാഡി ഇല്ലാണ്ടായപ്പോൾ ഞാനങ്ങ് മൊത്തത്തിൽ ഇല്ലാണ്ടായ പോലെയായി. അതെല്ലാവർക്കും. പിന്നെ നമ്മളെ പാട്ടാണ് ജീവിത വരുമാന മാർഗം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സ്റ്റേജിൽ പെർഫോം ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോയി. പക്ഷെ എന്നെ അത് കുറച്ചും കൂടി കൂടുതൽ ബാധിച്ചു. ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോയി. പിന്നെയാണ് നമ്മൾ ഡാഡീൻ്റെ പേര് കണ്ണൂർ സലീമിന്റെ മക്കളാണ് എന്ന് ഒരാൾ പറയുന്ന കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പൊ എന്നെ ഇപ്പൊ സാറ് സജലി സലീം അല്ലേ എന്ന് ചോദിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം കണ്ണൂർ സലീമിന്റെ മോളെ ചോദിക്കുന്നത്. സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും, എല്ലാ മലയാളികളുടെയും, മലയാളം മാത്രമല്ല അല്ലാതുള്ള ആൾക്കാർ ഉൾപ്പെടെ സംഗീതത്തിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഭാഷയില്ലാത്ത രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് സജലിക്കും ആ ഫാമിലിക്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഇത് സാധാരണ തരിക്കഞ്ഞിയുടെ കൂടെയൊക്കെയാണ് കഴിക്കാൻ. ഇപ്പൊ തരിക്കഞ്ഞിയുടെ നോമ്പൊക്കെ തുറക്കുമ്പോൾ തരിക്കഞ്ഞിയുടെ ഫസ്റ്റ് കോഴ്സ് ആയിട്ട് കഴിക്കുന്നതാണ്. പിന്നീടാണ് ഇങ്ങനെ ഒരു സംഭവം കഴിക്കുക. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇതങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴം കട്ട്ലറ്റാണ്. പഴുത്ത ഏത്തപ്പഴം 2ആയിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങിയോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ട് തൊലി ഉരിച്ച് ഉടച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാനിനകത്ത് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിങ്ങ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് തേങ്ങ നാളികേരം തിരിങ്ങിയതിട്ടിട്ട് ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് വരട്ടി വരുന്ന സമയത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ലേശം ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഈ ഒരു ഏത്തപ്പഴം മിക്സിൽ ഒരല്പം ബ്രെഡ് ക്രംസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റോളായിട്ട് പിടിക്കുക. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വയ്ക്കുക. അതിലേക്ക് ഈ ഒരു കട്ട്ലറ്റിൻ്റെ ബൗൾസ് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിൽ പരത്തി എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്താൽ വളരെ രുചികരമായ നേന്ത്രപ്പഴം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി സജിലിക്ക് ടേസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഗസ്റ്റ് ആലുവക്കാരിയായ ഫാത്തിമ ഇക്ബാലാണ്. ഒരുപാട് കുക്കറി ഷോയിലും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് ചോദിച്ചറിയാം. വിളിക്കാം. സ്വാഗതം ഫാത്തിമ. എന്നെ കുറച്ച് പേർക്കൊക്കെ പരിചയം ഉണ്ടാവുമല്ലേ? ഞാൻ ഫാത്തിമ ഇക്ബാൽ. അപ്പോൾ നോമ്പുതറ വിഭവങ്ങളായിട്ടാണ് ഞാൻ ഷെഫിനെ കാണാൻ പോകുന്നത്. അതിനിടയിൽ ഞാൻ കുറച്ച് റെസിപ്പി ബുക്സൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തു. പിന്നെ കുക്കറി ഷോസ് ചെയ്യുന്നുണ്ട്, കുക്കിംഗ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലൈഫ് മൊത്തം ഒരു കുക്കിംഗ് മയമായിട്ട് നിൽക്കുകയാണ്. ഫാത്തിമ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. സന്തോഷം. എനിക്ക് സന്തോഷം. ഫുഡൊക്കെ കൊണ്ടുതരാന്നാണ് ഷെഫാണിൽ എപ്പോഴും എല്ലാവർക്കും അങ്ങോട്ട് സെർവ് ചെയ്യാൻ ഭയങ്കര. എനിക്ക് ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എല്ലാവരും ഇപ്പോൾ ഒരു വ്രതമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പലഹാരങ്ങളാണ്. അതേ വീണ്ടും ഒരു പലഹാരമായിട്ടാണ് ഫാത്തിമ മലബാറി. ഫാത്തിമയുടെ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് ഈ നോമ്പുതറ വിഭവങ്ങൾ? നോമ്പുതറ എനിക്ക് ട്രഡീഷണൽ തന്നെയാണ് ഇഷ്ടം. അതും
മധുരത്തിനേക്കാളും സ്പൈസി ആയിട്ടുള്ള Spicy കാര്യങ്ങൾ ആയിട്ടുള്ള. ഞാൻ കൂടുതൽ ട്രൈ ചെയ്യുക. അപ്പം ഇന്ന് ഉന്നക്കായി ഞാൻ അങ്ങനെ ഒരു ട്വിസ്റ്റോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് ടെസ്റ്റ്? ഇതിൻ്റെ അകത്ത് ബീഫാണ്. ഓ, മധുരമുള്ള ഉന്നക്കായ്ക്ക് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത നമ്മൾ പഴംപൊരിയും ബീഫ് റോസ്റ്റും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ഇതും ഇത് ഒരുമിച്ച് ഉറപ്പായിട്ട് പോകണമല്ലോ. പോകും. ഈ സ്നാക്സ് അല്ലാതെ നോമ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ഒന്നുകിൽ ബിരിയാണി കഴിക്കും, അല്ലെങ്കിൽ അതൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ കഴിക്കുന്നത്, അല്ലെങ്കിലും ബിരിയാണി ആളുകൾ കഴിക്കും. അതെ, അതെ. അതല്ലാതെ ട്രഡീഷണലി നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്? നമ്മള് ഈ സ്നാക്സിനേക്കാളും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കണം എന്നാ ഇത് പറയുന്നത്. ചുമ്മാ ആളുകളെ കാണുകയും ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. സ്പെഷ്യൽ കഞ്ഞികളൊക്കെ തരിക്കഞ്ഞിയുണ്ട്, ജീരകഞ്ഞിയുണ്ട്. ജീരകഞ്ഞിയൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. ചിക്കൻ ഒക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയൊക്കെ ഉണ്ടാവും. അതെ. അത് ഭയങ്കര എനിക്കറിയാം. ഹലീമൊക്കെ പോലെ ഹലീം പോലെ. നമ്മുടെ കേരളത്തിന്റെ ഹലീം വേർഷൻ ഉണ്ട്. മിനിമം എത്ര ഐറ്റം ഒക്കെ ഉണ്ടാക്കും? എന്തായാലും ഒരു 3 സ്നാക്സ് എന്തായാലും ഉണ്ടാവും. അത് സ്പൈസി ആയിരിക്കും, ചിലപ്പോൾ സ്വീറ്റ് ആയിരിക്കും. സ്വീറ്റ് പൊതുവെ വീട്ടിലാർക്കും അങ്ങനെ താല്പര്യം, കാരണം ഇത്രയും നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നോൺ വെജിന്റെ ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ അതെന്തെങ്കിലുമൊക്കെ അങ്ങനെ. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാം അല്ലേ, ടേസ്റ്റ് ചെയ്യാം. ബീഫിന്റെ എന്ത് ഡിഷാണ്? നമ്മള് ബീഫ് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് അത് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ആക്കൂലേ, അതെ, അതുപോലെ പൊട്ടറ്റോ ചേർക്കില്ല, അല്ലാതെ തന്നെ നല്ല ഡ്രൈ ഫ്രൈ ആക്കി. ഇൻഗ്രീഡിയൻസ് എല്ലാം ആ കട്ട്ലറ്റിന്റെ സെയിം ആയിട്ട്. കറക്റ്റ് ആ ഒരു ഇടിയിറച്ചി എന്നുള്ള ആ ഫീലാണ് ആദ്യം നമുക്ക് അത്രയും ഡ്രൈ ആക്കി. കാരണം നമുക്ക് ഇത് ഫ്രീസറിൽ വെക്കാലോ. അപ്പൊ ആവശ്യമുള്ളപ്പോ നോമ്പുതുറയുടെ സമയമാകുമ്പോ എടുത്ത് ഫ്രൈ ചെയ്ത് വേഗം എടുക്കാം. അങ്ങനെ. അപ്പൊ ഇനി ഒരു ചന്ദ്രനൊത്തൊരു മണിമാളിക കിട്ടും ഞാൻ, അറബി പൊന്നോതിയൊരുക്കി അരവാനിന് പണിയും ഞാൻ. ഭയങ്കര സന്തോഷം സജിലി. ഒരുപാട് ഇത്രയും ആ ഫാദറിന്റെ പാട്ടുകളെ ഇത്രയും സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യണം, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇനിയും ഒരുപാട് ആൾക്കാർ നിങ്ങളിലൂടെ എത്തുക എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നു. വലിയ ഒരു എനർജറ്റിക് ആയിട്ട് ഏതൊരു രീതിയിലും ഒരുപാട് സ്റ്റേജുകളിലും ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പാട്ടുകളെല്ലാം പാടാനുള്ള അവസരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ഈ ഒരു പുണ്യ സമയത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഫാത്തിമയ്ക്കും ഏറ്റവും അടിപൊളിയായിട്ട് ഭക്ഷണം, എനിക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഷോയൊക്കെ കണ്ടതാണ്, അല്ലാതെ ഇങ്ങനെ സ്റ്റേജുകളിലൊക്കെ പോയ സംഭവങ്ങൾ അറിയാണ്. എപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സിൽ തിങ്ക് ചെയ്തിട്ട് ഭക്ഷണങ്ങളെ കാണുന്ന ഒരാളെന്ന നിലയിൽ അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, ഒരുപാട് ഇതേപോലെ ഷോയിനകത്ത് വരിക, പുതിയ റെസിപ്പി ബുക്കുകളൊക്കെ വരും. സോ താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഗംഭീരമായ ഒരു വർഷമായിരിക്കും. ഒരുപാട് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഗസ്റ്റുകളും അവരുടെ കഥകളും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.